ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. താജ്മഹൽ കാണണമെന്ന അർച്ചനയുടെ ആഗ്രഹം സാക്ഷാത്കരിക്കുകയാണ് സച്ചി. സച്ചിയുടെ കൈയും പിടിച്ച് അവിടെയെല്ലാം വളരെ സന്തോഷത്തോടെ അർച്ചന കാണുന്നു. ആ കാഴ്ചകളെല്ലാം രണ്ടുപേരും കണ്ട് ആസ്വദിക്കുന്നുണ്ട്. ആ സമയം സച്ചി അർച്ചന എഴുതിയ ചില കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. അർച്ചനയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സച്ചിയുമൊത്ത് ഇവിടെ വരണമെന്ന്. എന്നാൽ ഈ ജന്മത്തിൽ സാധിച്ചില്ല എങ്കിലും അടുത്ത ജന്മത്തിലെങ്കിലും സച്ചിയോടൊപ്പം തന്നെ ഈ താജ്മഹൽ വന്ന് കാണണമെന്ന് അർച്ചനയ്ക്ക് മോഹമുണ്ടായിരുന്നു. താജ്മഹൽ എന്ന് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ആ പുസ്തകത്തിലെ അക്ഷരങ്ങളിലൂടെയാണ് ഒരുപാട് മനസ്സിലാക്കാൻ സാധിച്ചത്. താജ്മഹലിനെ കുറിച്ച് ഒരു പുസ്തകം വായിച്ചിരിക്കുകയാണ് അർച്ചന. അതിലൂടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയും അവിടെ പോകണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. സച്ചിയേട്ടനോടൊപ്പം വന്ന് ആ പ്രണയവിസ്മയം എന്ന താജ്മഹൽ എനിക്ക് കണ്ണിറയെ കാണണം. അങ്ങനെ ഇപ്പോൾ അതാ ആ ആഗ്രഹം സാധിച്ചു കൊടുത്തിരിക്കുകയാണ് സച്ചി അച്ചുവിന്. രണ്ടുപേരും തന്റെ പ്രണയ നിമിഷങ്ങൾ പങ്കിടുന്നു. ആ കാഴ്ചകളൊക്കെ സച്ചി അച്ചുവിന് കാണിച്ചു കൊടുത്തപ്പോൾ സച്ചിയുടെ കൈ പിടിച്ച് അതെല്ലാം കണ്ട് ആസ്വദിക്കുകയാണ് അച്ചു. ഒരു പാട്ടിലൂടെ അവരുടെ പ്രണയം കാണിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് അവധിക ഇങ്ങനെ ഫോണിൽ നോക്കിയിരിക്കുകയാണ്. അനഘ അവിടേക്ക് വന്നു. അനഘയ്ക്കാണെങ്കിൽ ഒട്ടും സമാധാനമില്ല. അറിഞ്ഞുവോ വിശേഷം? മീറ്റിങ്ങിനെന്ന് ഇവിടുന്ന് പോയ രണ്ടുപേരെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടേ വരുവുള്ളൂ എന്ന്. അവിടുന്ന് വേറെ എവിടേക്കോ പോവുകയാണെന്ന്. ഞാൻ അറിഞ്ഞെടുത്തോളം സച്ചിയേട്ടൻ പോകുന്നിടത്തൊക്കെ അർച്ചനയും കൊണ്ടുപോകുന്നുണ്ട്. മീറ്റിങ്ങിനും പിന്നെ പല സ്ഥലത്തും. സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട് രണ്ടുപേരും താജ്മഹലിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഫോട്ടോ. ഇതൊക്കെ കേട്ട് അവന്തികയ്ക്കും സഹിക്കാൻ കഴിയുന്നില്ല. അനഘ വീണ്ടും ചോദിക്കുന്നു, ഞാൻ പറയുന്നത് ചേച്ചി വല്ലതും കേൾക്കുന്നുണ്ടോ എന്ന് അവന്തിക. അവർ ടൂർ പോയത് പോലെയാണ്, ഇനിയിപ്പോ എന്ത് ചെയ്യും എന്ന് അനഘ പറഞ്ഞപ്പോ അവന്തിക പറയുന്നുണ്ട്, ഞാൻ ആലോചിക്കുന്നത് അതല്ല, അർച്ചനെ മീറ്റിങ്ങിനൊക്കെ കൊണ്ടുപോവുകയും അവിടെയുള്ളവരെ പരിചയപ്പെടുത്തുകയും ചെയ്യൂ എന്നൊക്കെ പറയുമ്പോ ഒരു അപാകത സച്ചി മറ്റെന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അനഘ പറയുന്നുണ്ട്, അത് ഇപ്പൊ ആലോചിക്കാനൊന്നുമില്ല, അതൊരു അപാകത തന്നെയാണ്. ചേച്ചിക്ക് പകരം അർച്ചനെ കൊണ്ടുപോകുന്നു, ചേച്ചിയുടെ സ്ഥാനത്ത് അർച്ചനെ ഇരുത്തുന്നു, ഇതൊന്നും നല്ലതിനല്ല. അവന്തികയും പറയുന്നുണ്ട്, അതെ നല്ലതിനല്ല, എനിക്ക് പകരക്കാരിയായി അർച്ചന, അതൊട്ടും നല്ലതിനല്ല. അനഘ പറയുന്നു, എന്റെ ടെൻഷൻ വേറെയാ ചേച്ചി, ഞാൻ പറഞ്ഞില്ലേ ബിസിനസ് ടൂർ ഇപ്പോ ഹണിമൂണായി മാറി, ഇനി അവള് ഗർഭിണി വല്ലതും ആയാലോ, അങ്ങനെയൊരു ടെൻഷൻ അനഘയ്ക്ക് വല്ലാണ്ടുണ്ട്. ഇപ്പോഴുള്ള ഈ സാഹചര്യം വെച്ച് അവൾ ഇരട്ട പ്രസവിക്കാൻ സാധ്യതയുണ്ട്. അത്രയ്ക്ക് ബെസ്റ്റ് ടൈമാണല്ലോ നമ്മുടേത്. അവന്തിക പറയുന്നുണ്ട്, നീ പേടിക്കണ്ട, നാളെ ഈ സമയത്ത് അർച്ചന ഇവിടെ ഉണ്ടാവും. അതെങ്ങനെ അവര് അവിടെ നിന്ന് മറ്റെങ്ങോട്ടോ പോവുകയാണെന്ന് എന്ന് അനഘ പറഞ്ഞതും ഒരു കള്ളച്ചിരി ചിരിച്ചിട്ട് അവന്തിക പറയുന്നു, തിരികെ വരേണ്ടി വന്നാൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ വന്നല്ലേ പറ്റൂ. അതെന്ത് സാഹചര്യം? തിരികെ വരാനും മാത്രം എന്ത് സാഹചര്യം ഉള്ളത് എന്ന് അനഘ ചോദിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞ് അവന്തിക ഒരാളെ ഫോൺ ചെയ്യുന്നു. അവന്തിക ചില ഗുണ്ടകളെ ഏർപ്പാടാക്കുന്നുണ്ട്. ഇതേ സമയം അർച്ചനയും സച്ചിയും മുറിയിൽ എത്തിയിരിക്കുന്നു. രണ്ടുപേരും കോഫി കുടിക്കുകയാണ്. ചില കാര്യങ്ങൾ അവർ സംസാരിക്കുന്നുണ്ട്. ചിരിച്ചുകൊണ്ട് സച്ചി അച്ചുവിനോട് പറയുന്നു, താൻ എന്ത് വിചാരിച്ചു, തന്നെയും കൊണ്ട് ഞാൻ ഇവിടെ വരെ വന്നത് ആ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ മാത്രമാണെന്നോ? കോൺഫറൻസിന്റെ കൂടെ ഇയാളുടെ ഒപ്പം ഒരു കറക്കം, അത് ഞാൻ നേരത്തെ വിചാരിച്ചതാണ്. പിന്നെ താജ്മഹൽ പലവട്ടം ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഇയാളുടെ ഒപ്പം വന്നൊന്ന് കാണുമെന്ന് തോന്നി. സത്യം പറയാലോ, ഫ്രണ്ട്സിനോടൊപ്പം വന്നപ്പോൾ തന്നെ ഇന്നത്തെ പോലെ എൻജോയ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. തനിക്കും സന്തോഷമായി എന്നറിയുമ്പോ, ഞാൻ തനിക്ക് വേണ്ടി ചെയ്ത സർപ്രൈസുകൾ വെറുതെ അല്ല എന്നറിയുമ്പോ ഉള്ളിൽ ഒരു വല്ലാത്ത സന്തോഷം. ഈ സമയം അച്ചു തന്റെ ആഗ്രഹത്തെ പറ്റി ആലോചിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോ സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ പെട്ടെന്നൊരു ആലോചനയെന്ന്. അച്ചു പറയുന്നു, അല്ല സച്ചിയേട്ടാ, ഇപ്പൊ എന്റെ ജീവിതത്തിൽ കുറെ നാളായി സംഭവിക്കുന്നത് മുഴുവനും ഞാൻ ആരോടൊക്കെയോ പറഞ്ഞതുപോലെ എന്റെ ഉൾ മനസ്സിൽ എവിടെയോ ഇതൊക്കെ ഉണ്ട്. ആറ്റുകാൽ ക്ഷേത്രവും പിന്നെ താജ്മഹൽ പോണോന്നും എന്റെ ഉള്ളിൽ എവിടേക്കോ ഉണ്ടായിരുന്നത് പോലെ. അത് കേട്ട് സച്ചി ആ ഡയറിയെ കുറിച്ച് ആലോചിക്കുന്നു. ഭാര്യയുടെ ഉള്ളറിയുന്നവനാവണം ഭർത്താവ്. തന്റെ ഉള്ളിലുള്ളതൊക്കെ ഞാൻ മനസ്സിലാക്കിയെന്ന് കരുതിയാ മതി എന്ന് സച്ചി പറഞ്ഞതും അച്ചു പറയുന്നു, എങ്കിൽ പറയേ, എനിക്കിപ്പോ തോന്നിയ കാര്യം എന്താണ്? തനിക്കിപ്പോ തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്ത് പറയാനാണെന്ന് സച്ചിയേട്ടനല്ലേ പറഞ്ഞത്, എന്റെ ഉള്ളിലുള്ളത് സച്ചിയേട്ടന് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് സച്ചി പറയുന്നു. സന്ദീപിനെയും മാധുരയും കൂട്ടി നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോണോന്ന് താനിപ്പോ ചിന്തിച്ചത് പോലും എനിക്ക് അറിയില്ല. സത്യം, എനിക്കൊന്നും മനസ്സിലായിട്ടില്ലെന്നേ എന്നെ സച്ചി പറഞ്ഞതും അന്തം വിട്ട് നിൽക്കുകയാണ് അച്ചു. പെട്ടെന്ന് ആ കോഫി അവിടെ വെച്ചിട്ട് പറയുന്നു, അയ്യോ, ഞാൻ ഇപ്പൊ ചിന്തിച്ചത് അതാണെന്ന് എങ്ങനെ മനസ്സിലായെന്ന്. സച്ചി പറയുന്നു, അതാണ് സിക്സ്ത് സെൻസ്, എനിക്കതുണ്ട്. സത്യം പറ, വെറുതെ ഊഹിച്ചു പറഞ്ഞതല്ലേ എന്ന് അച്ചു ചോദിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞത് സത്യമായില്ലേ? ചിരിച്ചുകൊണ്ട് അച്ചു പറയുന്നുണ്ട്, അത് സത്യം തന്നെയാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ പോകുമ്പോ അവർക്ക് വിഷമം കാണില്ലേ? ചിലപ്പോ നമ്മളോടൊന്നും പറയാത്തതായിരിക്കും, പാവങ്ങള്. ഇനി ആ പേരും പറഞ്ഞ് എന്റെ കുട്ടി വിഷമിക്കണ്ട.
തിരികെ നാട്ടിലെത്തിയാൽ തന്നെ നമുക്ക് അവരെയും കൂട്ടി എവിടെയെങ്കിലും ഒക്കെ പോവാം, എന്താ പോരെ എന്ന് സച്ചി ചോദിച്ചപ്പോൾ മതിയെന്ന് സന്തോഷത്തോടെ അച്ചു പറയുന്നു. സച്ചിയേട്ടൻ ചെന്ന് ഫ്രഷ് ആയിട്ട് വാ, അപ്പോഴേക്കും ഞാനെല്ലാം പാക്ക് ചെയ്തിട്ട് വരാം എന്ന് അച്ചു പറഞ്ഞപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, അപ്പോ അതിന് താൻ എവിടെ പോന്നു? നാളെ രാവിലെ നമുക്ക് തിരികെ പോണ്ടേ എന്ന് അച്ചു ചോദിക്കുന്നുണ്ട്. അതിന് ടിക്കറ്റൊക്കെ ഞാൻ എപ്പോഴേ ക്യാൻസൽ ചെയ്തു. ഇവിടുന്ന് നേരെ നമ്മള് കുളു മണാലി, അവിടുന്ന് എവിടെ പോണോന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം എന്ന് സച്ചി പറഞ്ഞതും അച്ചു ചോദിക്കുന്നുണ്ട്, ഇന്ന് ചെല്ലാന്നല്ലേ നമ്മൾ പറഞ്ഞത്, അപ്പോ അത് അവരെ അറിയിക്കണ്ടേ? ഇല്ലെങ്കിൽ അവർക്കത് ടെൻഷൻ ആവില്ലേ? അതൊക്കെ എപ്പോഴേ ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ എന്തായാലും ഇന്നോ നാളെയോ തിരികെ പോകുന്നില്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ മറന്നു, ഈ മേക്ക് ഓവറെ സൂപ്പർ ആയിട്ടുണ്ട്. തന്നെ സാരിയിൽ മാത്രമല്ലേ ഞാൻ കണ്ടിട്ടുള്ളൂ, ഇത് തകർത്ത് കളഞ്ഞു. അച്ചു പറയുന്നു, എന്നെ എങ്ങനെ തകർക്കാതിരിക്കും, എന്റെ ഭർത്താവിന്റെ ഇഷ്ടപ്രകാരം എനിക്ക് വാങ്ങിച്ചു തന്നല്ലേ. അങ്ങനെ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. ഇതേ സമയം രാത്രിയിൽ അനൂപ് ഇങ്ങനെ സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരുന്ന സമയം അനൂപിനെ പെട്ടെന്ന് ഒരു വാൻ വന്ന് ഇടിക്കുന്നുണ്ട്. അനൂപ് റോഡിലേക്ക് തെറിച്ചു വീഴുന്നു. അവന്തിക അവിടേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അവന്തിക ഇത് കാണും. അവന്തിക ഏർപ്പാടാക്കിയ ഗുണ്ടകളായിരുന്നു ഇത് അനൂപിനെ വണ്ടി ഇടിപ്പിച്ചത്. പെട്ടെന്ന് വാൻ അവിടെ നിന്നും എടുത്തുകൊണ്ട് പോകാനായിട്ട് അവന്തിക പറയുന്നുണ്ട്. എന്നിട്ട് അവന്തിക അനൂപിനെ നോക്കുന്നു. ആ സമയം തന്നെ അർച്ചനയ്ക്ക് ഫോണും ചെയ്യുന്നുണ്ട്. അവന്തിക ടെൻഷൻ ആയതുപോലെ അവന്തിക അർച്ചനയോട് സംസാരിക്കുന്നു. അയ്യോ അർച്ചന, ഞാൻ പറയുന്നത് കേട്ട് ടെൻഷൻ ആവരുത്. നിന്റെ ചേട്ടൻ അനൂപിനൊരു ആക്സിഡന്റ്. അത് കേട്ടതും പെട്ടെന്ന് ഞെട്ടലോടെ അർച്ചന നിൽക്കുന്നു. റോഡിൽ കിടക്കുന്നത് കണ്ടിട്ട് എന്നെ ഒരാളിപ്പോ വിളിച്ചു പറഞ്ഞു, അയ്യോ ഏട്ടനിപ്പോ എവിടെയാ സച്ചേട്ട എന്ന് ഉറക്കെ വിളിക്കുകയാണ് അർച്ചന. അവന്തിക വീണ്ടും പറയുന്നു, അല്ല അത് നിങ്ങൾ കാര്യമാക്കണ്ട, നിങ്ങൾ പതുക്കെ വന്നാ മതി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. എടുത്തി ഇപ്പൊ എവിടെയാ ഒന്ന് പറയ്, ഏട്ടൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അർച്ചന പറഞ്ഞതും അവന്തിക അനൂപിനെ ഒന്നുകൂടി നോക്കിയിട്ട് പറയുന്നു, അനൂപിനെ കുറിച്ച് സീരിയസ് ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. അത് കേട്ട് നെഞ്ചത്ത് കൈവച്ച് വളരെ ടെൻഷനോടെ നിൽക്കുകയാണ് അർച്ചന. അത്രയും പറഞ്ഞ അവന്തിക ഫോൺ വെച്ചു. ഹലോ ഏട്ടത്തി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവന്തിക ഫോൺ വെച്ചിരുന്നു. ഉടൻ തന്നെ സച്ചിയുടെ അരികിലേക്ക് അർച്ചന ഓടിപ്പോകുന്നു. വഴിയരികിൽ അനൂപ് കിടക്കുന്നുണ്ട്. അവന്തിക വണ്ടിയുമായി അവിടെ നിന്ന് പോവുകയും ചെയ്തു. പിന്നീട് കാണിക്കുന്നത് അനഘ ഇങ്ങനെ ഓരോന്നാലോചിച്ച് ടേബിളിന്റെ അരികിൽ ഇരിക്കുകയാണ്. അവന്തിക അവിടേക്ക് വന്നോ. ആഹാ, എന്താ നീ കഴിക്കാതെ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് അവന്തിക ചോദിച്ചപ്പോൾ അനഘ പറയുന്നുണ്ട്, ചേച്ചിയും കൂടി വന്നിട്ട് കഴിക്കാമെന്ന് കരുതിയെന്ന്. എന്നാ കഴിക്കാമെന്ന് പറഞ്ഞ് അവന്തിക ഭക്ഷണം വിളമ്പുന്നു. ചേച്ചി, ആ അർച്ചനെ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യം എന്തായെന്ന് അനഘ ചോദിക്കുന്നു. ഡൽഹി എയർപോർട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പറക്കുന്ന ആദ്യത്തെ ഫ്ലൈറ്റിൽ തന്നെ അർച്ചന ഉണ്ടാകും, കൂടെ സച്ചിയുമെന്ന് അവന്തിക പറയുന്നു. ഞാൻ പറഞ്ഞില്ലേ നിന്നോട് നാളെ ഈ സമയത്ത് അർച്ചന ഇവിടെ ഉണ്ടാവുമെന്ന്. ചേച്ചി അതിനുവേണ്ടി എന്താ ചെയ്തത് എന്ന് അനഘ ചോദിച്ചപ്പോൾ അവന്തിക പറയുന്നുണ്ട്, ഞാൻ കൂടുതലൊന്നും ചെയ്തില്ല. വഴിയരികിൽ കണ്ട കാര്യം ഞാൻ അർച്ചനയോട് ഫോൺ ചെയ്തെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. വഴിയരികിൽ കണ്ട കാര്യോ എന്താ അത് എന്ന് അനഘ ചോദിക്കുന്നു. നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ ചില വയ്യാത്ത ആളുകളെ കാണുമ്പോൾ പാവം തോന്നില്ലേ, അങ്ങനെ ഒരാളെ ഞാൻ ഇന്ന് കണ്ടു. അത് അർച്ചനയെ വിളിച്ച് പറയുകയും ചെയ്തു എന്ന് അവന്തിക പറഞ്ഞപ്പോൾ സംശയത്തോടെ അനഘ ഇരിക്കുന്നുണ്ട്. അനഘയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുകയാണ് അവന്തിക വീണ്ടും പറയുന്നുണ്ട്, നിന്റെ മനസ്സിൽ വല്ലാത്ത സംശയമുണ്ടെന്ന് എനിക്കറിയാം, അതൊക്കെ നമുക്ക് മാറ്റാം. എന്തായാലും നമ്മൾ വിചാരിച്ച കാര്യം നടന്നല്ലോ. ചേച്ചി കഴിക്കുന്നില്ലേ എന്ന് അനഘ ചോദിച്ചപ്പോൾ അവന്തിക പറയുന്നു, ഏയ് ഇന്ന് എന്ത് കഴിച്ചാലും എനിക്ക് ഇറങ്ങില്ല, കാരണം സന്തോഷം കണ്ട് ഫുൾ ഫില്ലാണ്. വിചാരിച്ചത് അതേപടി നടന്നതിന്റെ സന്തോഷം. അർച്ചനെ എന്റെ മുന്നിൽ മുട്ടുകുറിച്ച് നിർത്തും ഞാൻ. എന്നിട്ട് പിന്നെയും അനഘയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുന്ന അവന്തിക. എന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം ഞാൻ അത്രയ്ക്കത്രേ ഉണ്ടാവൂന്ന് അവൾക്ക് ചിലപ്പോൾ തോന്നിക്കാണും. അവന്തികയുടെ പകുതി അഭ്യാസം പോലും അർച്ചന ഇതുവരെ കണ്ടിട്ടില്ല. മുഴുവൻ അഭ്യാസം കാണാം ഈ വീട്ടിലാരും ബാക്കി കാണില്ല എന്നും അവന്തിക പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് വൃന്ദാവനത്തിലേക്ക് ഒരു കാർ വരുന്നുണ്ട്. ആ കാറിൽ അനൂപുണ്ട്. അനൂപ് മാത്രമല്ല എല്ലാവരും ഉണ്ട്. എല്ലാവരും അനൂപിനെ ഹോസ്പിറ്റലിൽ നിന്നാക്കിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. പതിയെ അനൂപിനെ കാറിൽ നിന്ന് ഇറക്കുകയാണ് അച്ഛനും മീരയും ഒക്കെ. എന്നാലും എന്റെ ഈശ്വര, ഞങ്ങളോട് എന്തിനാ ഈ ക്രൂരത? ഇത്രയും കാലം ഈ കുടുംബത്തിന് ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോ ദേ ഇവിടെയായി എന്നൊക്കെ കമല കരഞ്ഞുകൊണ്ട് പറയുന്നു. നീ ഈശ്വരനെ കുറ്റപ്പെടുത്താതെ, ഒന്നും പറ്റിയില്ലല്ലോ എന്നോർത്ത് നന്ദി പറയ് കമല എന്നൊക്കെ മാഷി പറയുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോ ഇന്നു മാത്രം ആദിയിലാ പോയത്, പേടിക്കുന്നത് പോലെ സംഭവിച്ചില്ലല്ലോ എന്നൊക്കെ മാഷ്. അനൂപിനെ ഉമ്മറത്തുള്ള സോഫയിലേക്ക് ഇരുത്തുകയാണ് മാഷ്. ഞാൻ ആ ടാക്സിക്കാരനെ ഒന്ന് പറഞ്ഞു വിടട്ടെ എന്ന് പറഞ്ഞ മാഷ് ടാക്സിക്കാരനെ ക്യാഷ് കൊടുത്ത് അയക്കുന്നു. മീരയുടെ കൊച്ചിനെന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാൻ അനൂപ് പറയുന്നുണ്ട്. എനിക്കൊന്നും വേണ്ട അച്ഛാ. ഓ, ഒരു ഹാപ്പിയും ഇല്ലെന്ന ആവണി. അച്ഛന്റെ ഈ അവസ്ഥയിൽ ആവണി വല്ലാണ്ട് സങ്കടപ്പെടുന്നുണ്ട്. മീരയും കരയുന്നു. കരയേണ്ട മീരെ, ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ എന്ന് അനൂപ്. പിറ്റേ ദിവസം പതിയെ മീര അനൂപിനെയും കൊണ്ട് ബെഡിലേക്ക് ഇരുത്തുന്നു. അനൂപിനാണെങ്കിൽ മുറിയിൽ തന്നെ ഇരുന്നിട്ട് ഇരിക്കാൻ സാധിക്കുന്നില്ല. ഹോളിലേക്ക് മീര കൊണ്ടുവരുന്നുണ്ട്. അനൂപിന്റെ കൈക്കൊരു ഫ്രാക്ചർ പറ്റിയിട്ടുണ്ട്. പിന്നെ കവിളിനും ചെറിയൊരു മുറിവ്, പിന്നെ കാലും
ബാൻഡേജ് ചുറ്റിയിരിക്കുന്നു. വാതിലിന്റെ സൈഡിൽ വന്ന് ആവണി എത്തി നോക്കുന്നുണ്ട് അച്ഛനെ. വാ മോളെ എന്ന് അച്ഛൻ ആവണിയെ വിളിക്കുന്നു. സങ്കടത്തോടെ അച്ഛൻ അരികിൽ ആവണി നിൽക്കുന്നു. മോള് ഭക്ഷണം കഴിച്ചെന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ മൂളുകയാണ് ആവണി. അച്ഛന്റെ ചക്കരിക്കുട്ടിക്ക് എന്താ ഒരു വിഷമം, അമ്മ വഴക്ക് പറഞ്ഞോ എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ ഇല്ല എന്ന് ആവണി. അച്ഛന്റെ ഈ അവസ്ഥ കണ്ടിട്ട് മോൾക്കാണെങ്കിൽ സഹിക്കാൻ കഴിയുന്നില്ല. അച്ഛന്റെ വലിയ കുഴപ്പമില്ല മോളെ, അതോർത്ത് മോള് വിഷമിക്കേണ്ട എന്ന് അനൂപ് പറയുന്നു. അമ്മ പറഞ്ഞത് കേട്ടല്ലോ, ഇത് കുറെ ദിവസം കഴിഞ്ഞ് ശരിയാവൂന്ന്. വേദനയുണ്ടോ അച്ഛന് എന്ന് ആവണി ചോദിക്കുന്നുണ്ട്. ഞങ്ങളൊന്ന് പുറത്തു വരാം, നിനക്ക് വേറെന്തെങ്കിലും വാങ്ങിക്കണോ എന്ന് മാഷ് അനൂപിനോട് ചോദിക്കുന്നുണ്ട്. വേണ്ട എന്ന് അനൂപ്. അവിടുന്ന് ആ ബൈക്ക് എടുപ്പിക്കണ്ടേ എന്ന് മാഷ് ചോദിച്ചപ്പോൾ അതെടുത്ത് വർക്ക്ഷോപ്പിൽ കൊടുക്കാൻ ഞാൻ ഷമീറിനോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അനൂപ്. നീ ഈ അവസ്ഥയിൽ ഇരുന്ന് മീരയോട് വഴക്കിനൊന്നും പോവല്ലേ എന്ന് കമല അനൂപിനോട് പറയുന്നുണ്ട്. ആ സമയം മുറ്റത്തൊരു കാറ് വന്നത് അർച്ചനയാണ്. കൂടെ സച്ചിയും. വളരെ വെപ്രാളത്തോടെ തന്നെ അർച്ചന അനൂപിന്റെ അടുത്തേക്ക് ഓടിയെത്തുന്നു. ആ കാഴ്ച കണ്ട് വല്ലാത്ത സങ്കടത്തിൽ നിൽക്കുകയാണ് അർച്ചന. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.